ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മദ്രാസി എന്ന തമിഴ് മൂവിയാണ്. മാനസിക പ്രശ്നമുള്ള നായകൻ ആത്മഹത്യ ചെയ്യാൻ നടക്കുകയാണ്. ഇങ്ങനെ മരിക്കാൻ നടക്കുന്ന അവനെ NIA ഉദ്യോഗസ്ഥരാകട്ടെ രണ്ടും കൽപ്പിച്ച് ഒരു വലിയ മിഷൻ ഏൽപ്പിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് മൂവി കണ്ടറിയാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് NIA ഉദ്യോഗസ്ഥനായ പ്രേമും അയാളുടെ മകൻ സന്ദീപും അടങ്ങുന്ന സംഘമാകട്ടെ തമിഴ്നാട്ടിലേക്ക് തോക്കുകൾ കടത്തുന്ന ഒരു വലിയ സിൻഡിക്കേറ്റിനെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ്. ആ സംഘത്തിലെ മെയിൻ ആൾക്കാരായിരുന്നു വിരാടും ചിരാഗും. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. 5 ട്രക്കുകളിലായിട്ട് തോക്കുകൾ തമിഴ്നാട്ടിലെ പലയിടങ്ങളിലും വിതരണം ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. ട്രക്കുകൾ കൊണ്ടുപോകുന്ന വഴി പ്രേമിന്റെ സംഘം അവരെ ആക്രമിച്ചെങ്കിലും വിരാടിനെ ചേർത്തു നിൽക്കാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. അവരുടെ സംഘത്തിലെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. വിരാടും ചിരാഗും ആ തോക്കുകളുമായിട്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായ രഘുവിനെയാണ്. തന്റെ കാമുകി തന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഉയരമുള്ളൊരു സ്ഥലത്ത് നിന്നും താഴേക്ക് ചാടുന്നു. കാലൊടിഞ്ഞ് അവനെ എത്തിക്കുന്നത് പരിക്ക് പറ്റി കിടന്ന പ്രേമുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരുന്നു. രഘു ആകട്ടെ ആരെ കണ്ടാലും തന്റെ സ്റ്റോറി അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രേമിനോടും അവനത് പലതവണ പറയാൻ ശ്രമിച്ചു. എന്നാൽ പ്രേമാകട്ടെ അവനെ പലതവണ ഇഗ്നോർ ചെയ്യുകയായിരുന്നു. ഇവന്റെ സംസാരത്തിൽ നിന്നെല്ലാം പ്രേമിന് മനസ്സിലായി അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളാണെന്ന്. സിൻഡിക്കേറ്റിലുള്ള വിരാടിന്റെ ചിരാഗിന്റെ കൂട്ടത്തിലാകട്ടെ പ്രേമിന്റെ 2 ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. അവരായിരുന്നു ഇൻഫർമേഷൻ എല്ലാം പ്രേമിന് അപ്പോ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവർ ഉടനെ തന്നെ ഈ തോക്കുകളെല്ലാം വിതരണം ചെയ്യുമെന്നും ഇതൊരു ഗ്യാസ് ഫാക്ടറിയിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും പ്രേമിന് വിവരങ്ങൾ കിട്ടി. സാധാരണക്കാരായ പലരുടെയും കയ്യിൽ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ പലതരത്തിലുള്ള അക്രമങ്ങൾ നടക്കും. അത് തടയാനായിരുന്നു ഇവരുടെ ശ്രമം. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു പ്രേം. ആ ടൈമിൽ ടെറസിലേക്ക് രഘു വരുന്നുണ്ട്. അവൻ അവിടെ ആത്മഹത്യ ചെയ്യാൻ വന്നതായിരുന്നു. തന്റെ മാലതി തന്നെ ഇട്ടിട്ട് പോയി എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിൽക്കുകയാണ്. ആ ടൈമിൽ പ്രേമിന്റെ കൂട്ടത്തിലൊരാള് കുറച്ച് ഇൻഫർമേഷനുമായിട്ട് പ്രേമിന്റെ അടുത്തേക്ക് വരുന്നു. ചിരാഗും വിരാടും ആ തോക്കുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറി എവിടെയാണെന്ന് ഇയാൾക്കറിയാം. അവിടേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് രേഖകളുടെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ആ കള്ളരേഖകളെല്ലാം തയ്യാറാക്കി അവിടുത്തെ തൊഴിലാളികളുടെ വേഷത്തിൽ ഇയാൾ അകത്ത് കടന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പക്ഷെ തിരിച്ചിറങ്ങി പോകാൻ വീണ്ടും ഒരു കാർഡിന്റെ ആവശ്യമുണ്ട്. അത് ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇയാൾക്ക് നേരായ വഴിയെ തിരിച്ചിറങ്ങാൻ പറ്റിയില്ല. ഒരു അണ്ടർഗ്രൗണ്ട് വഴി എങ്ങനെയൊക്കെ ഇയാൾ രക്ഷപ്പെട്ട് വന്നതാണ്. ആ തോക്കുകളെല്ലാം പുറത്തു വരാതെ തടയണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ. അതൊരു സൂയിസൈഡ് മിഷനാണ്. തോക്കുകളടങ്ങുന്ന കണ്ടെയ്നേഴ്സ് ബ്ലാസ്റ്റ് ചെയ്ത് നശിപ്പിക്കണം. പക്ഷെ അതിന്റെ കൂടെ തൊട്ടടുത്തുള്ള ഗ്യാസ് സിലിണ്ടേഴ്സും പൊട്ടിത്തെറിക്കും. ഇത് നശിപ്പിക്കാൻ പോകുന്ന ആൾക്ക് എന്തായാലും ജീവനോടെ പുറത്തു വരാൻ പറ്റില്ല. അപ്പോൾ ചാകാൻ തന്നെ റെഡിയായി അവിടെ പോയി കാര്യങ്ങളെല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സാറ് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യാമെന്ന് ആ ഓഫീസർ പറയുന്നു. എന്നാൽ തന്റെ ടീമിൽ ഒരാളെ കൂടി നഷ്ടപ്പെടുത്താൻ പ്രേമിന് സാധിക്കില്ലായിരുന്നു. മുകളിൽ നിന്നും അത്രയ്ക്ക് പ്രഷർ പ്രേമിനുണ്ട്. ഒഫീഷ്യലായിട്ട് ഇതിന് പ്രേമിന് അനുമതി ലഭിക്കില്ല. അൺഒഫീഷ്യലായിട്ട് ഈ ഒരു മിഷൻ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു പ്രേമിന്റെ തീരുമാനം. ആ സമയത്താണ് ആത്മഹത്യ ചെയ്യാൻ താഴേക്ക് ചാടിയ രഘു ആകട്ടെ വയറിൽ കുരുങ്ങി കിടക്കുന്നത് പ്രേം കാണുന്നത്. അവനെ ഹോസ്പിറ്റലിലെ ജീവനക്കാർ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പ്രേമിന്റെ ഒരു ഐഡിയ തോന്നി. തന്റെ മകനോടും കൂട്ടരോടും പ്രേം ആ ഐഡിയ പറയുന്നു. സൂയിസൈഡ് മിഷന് വേണ്ടിയിട്ട് തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരെയും വിടാതെ ആത്മഹത്യ ചെയ്യാൻ ഓൾറെഡി നടക്കുന്ന രഘുവിനെ പറഞ്ഞു വിടുകയാണ് നല്ലത്. അവൻ ഓൾറെഡി മരിക്കാൻ നടക്കുകയാണ്. അപ്പൊ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് അവൻ മരിക്കട്ടെ. അതുകൊണ്ട് അവർ അവനോട് പറയുന്നുണ്ട്, തൽക്കാലം നീ ഒരു 2 ദിവസത്തേക്ക് മരിക്കണ്ട, ഞങ്ങൾ പറഞ്ഞിട്ട് മരിച്ചാൽ മതി. അതിനുള്ള നല്ലൊരു വഴിയും ഞങ്ങൾ തന്നെ കാണിച്ചു തരാമെന്ന്. എന്നിട്ട് രഘുവിനെ അവർ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തായാലും അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും എടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് അവൻ 14 വർഷമായിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആയിരുന്നു എന്ന്. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ നായിക മാലതിയാകട്ടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരുന്നു. ഡെന്റൽ സ്റ്റുഡന്റ് ആയ അവളാകട്ടെ പാർട്ട് ടൈം ആയിട്ട് പാട്ടും പാടാറുണ്ട്. അങ്ങനെ ഇരിക്കെ റോഡിൽ വെച്ചിട്ട് ഒരാളുടെ പണം കുറച്ച് ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ആ ആൾക്കാര് അയാളെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അയാളെ രക്ഷിക്കാതെ അവിടെ കൂടി നിന്നവരെല്ലാം അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് അയാളെ രക്ഷിക്കാൻ ഓടി വരുന്നത് രഘുവായിരുന്നു. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് അവൻ ആ കള്ളന്മാരെ എല്ലാം തുരത്തി ഓടിച്ചിട്ട് അയാളുടെ പണവും തിരികെ വാങ്ങിക്കുന്നു. അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കള്ളന്മാരെയൊക്കെ അവൻ കത്തിയെടുത്ത് വെട്ടുന്നുണ്ടായിരുന്നു. ആ ഫൈറ്റില് രഘുവിനും കുറെ പരിക്കു പറ്റി. മാലതി അവനോട് ചോദിക്കുന്നുണ്ട്, ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഒരുപാട് പേരെ എന്തിനാ ഉപദ്രവിച്ചതെന്ന്. എന്നാൽ അവനൊന്നും കേൾക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് അയാളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അന്നത്തെ അടിയിൽ പരിക്കു പറ്റി അവനാകട്ടെ തന്റെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ആ സമയത്താണ് അവന് മനസ്സിലാകുന്നത് മാലതി അവിടുത്തെ ഡെന്റൽ സ്റ്റുഡന്റ് ആണെന്ന്. അവളുടെ ഇന്റേണൽ എക്സാം നടക്കുകയായിരുന്നു. അവൾക്ക് പേഷ്യന്റ് ആയി കിട്ടുന്നത് ഇവനെയും. അതുകൊണ്ട് താൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അവൾ പറയുന്നു. നിന്റെ പല്ല് ശരിയാകുന്നിടം വരെ അധികം ചൂടുള്ള ഒന്നും തന്നെ കഴിക്കരുതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനതൊന്നും വകവയ്ക്കാതെ ക്യാന്റീനിൽ പോയി ആഹാരം കഴിക്കാൻ തുടങ്ങിയതും അവൾ അവനെ വഴക്ക് പറയുന്നു. നിന്റെ സുഖം പെട്ടെന്ന് ഭേദമായില്ലെങ്കിൽ തന്റെ ഇന്റേണൽ മാർക്ക് കുറയുമെന്നാണ് അവൾ പറയുന്നത്. അത് കാരണം അവൾക്ക് വേണ്ടിയിട്ട് തൽക്കാലം അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. അങ്ങനെ അവളുടെ എക്സാം കഴിഞ്ഞ് അവൾക്ക് നല്ല മാർക്കും കിട്ടി. അതിനുശേഷം അവൾ തന്നെ അവന് ആഹാരം വാങ്ങിക്കൊടുത്തു. അങ്ങനെ പതിയെ അവർ നല്ല സൗഹൃദത്തിലായി, കൂടുതൽ അടുത്തു. ഒരു ദിവസം അവളെ കാണാൻ വേണ്ടിയിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോ അവിടെ ഒരു ബസ് ആക്സിഡന്റ് ആയിട്ട് ഒരുപാട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പരിക്ക് പറ്റിയിരുന്ന ആ ആൾക്കാരെ എല്ലാം തന്നെ ഡോക്ടേഴ്സിന് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. പല ഏരിയയിലേക്ക് ആ പേഷ്യൻസിനെ കൊണ്ടുപോകണമായിരുന്നു. അവിടെ സ്റ്റാഫുകൾ കുറവും. എന്നാൽ രഘു ആകട്ടെ ഭ്രാന്ത് പിടിച്ച പോലെ ഓടി നടന്ന് എല്ലാവരെയും എടുത്തുകൊണ്ട് പോവുകയാണ്. ഓരോരുത്തരെയും കാണുമ്പോൾ അവൻ അവരുടെ ഫേസ് മാറി തന്റെ കുടുംബത്തിലെ ആൾക്കാരുടെ ഫേസ് ആയിട്ടാണ് തോന്നുന്നത്.
അമ്മയെന്നും അച്ഛാന്നും അപ്പൂപ്പാന്നും ഒക്കെ വിളിച്ചിട്ട് അവൻ ഓരോരുത്തരെ എടുത്തുകൊണ്ടോടി. ഇതെല്ലാം തന്നെ മാലതി കാണുന്നുണ്ടായിരുന്നു. ഇതൊന്നും അവന്റെ കുടുംബത്തിലെ ആൾക്കാരല്ലാന്ന് അവൾക്കറിയാം. പിന്നെ ഇവരെയെല്ലാം അവൻ ഓരോ പേര് വിളിച്ച് എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഒരുപാട് പേരുടെ ജീവൻ അവൻ ഓൾറെഡി രക്ഷിച്ചു. അവന്റെ പെരുമാറ്റത്തിൽ ഡൗട്ട് തോന്നിയ അവളാകട്ടെ നേരെ പോകുന്നത് അവൻ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയ ഒരാളല്ലേ അയാളുടെ വീട്ടിലേക്കാണ്. അയാളോട് പോയി ചോദിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അത് അവന്റെ അച്ഛനല്ല എന്ന്. അവിടെ നിന്നിറങ്ങി അവളാകട്ടെ ഒരു ദിവസം രഘുവാകട്ടെ ഡോക്ടറായ ഒരാളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഓർക്കുന്നു. അങ്ങനെ അവൾ ആ ഡോക്ടറിനെ തേടിപ്പോയി. അയാളിൽ നിന്നുമാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും അവൾ തിരിച്ചറിയുന്നത്. രഘുവിന് 14 വയസ്സുള്ളപ്പോൾ ഇവരുടെ കുടുംബം ഒരു ബസ്സിൽ യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഒരിടത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് എല്ലാവരും ബസ്സിൽ കയറി. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് രഘു മാത്രം പുറത്തേക്കിറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവിടെ ഒരു ആക്സിഡന്റ് നടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ട്രാൻസ്ഫോമർ പൊട്ടിയിട്ട് അതിലുണ്ടായിരുന്ന ലൈൻ കമ്പികളെല്ലാം ഈ ബസ്സിന്റെ മുകളിലേക്ക് വീണിട്ട് അതിന് തീ പിടിച്ച് അവന്റെ കുടുംബത്തിലെ എല്ലാവരും അവന്റെ കൺമുന്നിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ആ കാഴ്ച കണ്ട അവന് വലിയൊരു മെന്റൽ ഷോക്ക് ഉണ്ടായി. അതിനുശേഷം അവൻ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം തന്റെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവരെ രക്ഷിക്കാൻ കഷ്ടപ്പെടും. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ഏതറ്റം വരെയും പോകും. ആരെ വേണമെങ്കിലും കൊല്ലും. അവന് ഡെലൂഷണൽ ഡിസോർഡർ ആയിരുന്നു. അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുടെ ഫേസ് തന്റെ ഫാമിലി മെമ്പറിന്റെ ഫേസ് ആയിട്ട് തോന്നും. രഘുവിന്റെ ഈ അവസ്ഥയിൽ ആലോചിച്ച് മാലതി നല്ല വിഷമത്തിലിരിക്കുകയാണ്. രഘു ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അന്ന് ആ ഏരിയയിൽ ഒരു എർത്ത്ക്വേക്ക് വരുന്നു. പുറത്തേക്ക് ഇറങ്ങിപ്പോയ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട്, എല്ലാവരും സേഫ് ആണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രഘുവിനെ മാത്രം വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവനൊരു അനാഥനായിരുന്നല്ലോ. ആ വിഷമത്തിൽ അവൻ നിൽക്കുന്ന സമയത്ത് അവനെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണം മാലതി ഓടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ എന്ന്. ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചു എന്ന്. ആരുമില്ലാന്ന് കരുതിയെടുത്ത് അവൾ തന്നെ തേടി വന്നത് കണ്ടിട്ട് അവൻ ഒരുപാട് ഹാപ്പിയായി. മാലതി തന്റെ മനസ്സിലുള്ള ഇഷ്ടം അവനോട് പറയാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ അവനാകട്ടെ അതിനു മുമ്പ് തന്റെ അസുഖം എന്താണെന്നും താൻ എത്ര കാലമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നെന്നും തന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണെന്നും അവളോട് തുറന്നു പറയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു എന്ന്. അതിനുശേഷമാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിയത്. നീ ഒരാളെ രക്ഷിക്കുന്നത് കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്തിനായിരിക്കും മാലതി ഇവനെ ഉപേക്ഷിച്ചു പോയതെന്ന് നമുക്ക് വഴിയെ കാണാം. കഥ ഇപ്പൊ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇവിടെ ചിരാഗും വിരാട്ടും ആകട്ടെ എങ്ങനെ ഗൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. ഗണ്ണിന്റെ ആവശ്യം വന്നെങ്കിൽ മാത്രമല്ലേ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. എന്നാൽ ആ ആവശ്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് വിരാട് പറയുന്നത്. ആദ്യം അവർ വെറും 100 തോക്ക് മാത്രം സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവരിലേക്ക് ആ ഗണ്ണുകൾ എത്തി. പല അപകടത്തിലും പെട്ടിട്ട് സർവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്കായിരുന്നു ഇവർ ഗണ്ണെത്തിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ കയ്യിൽ ഗണ്ണ് കിട്ടിയ പല ആൾക്കാരും ചെറിയ വഴക്കുകളിലും മറ്റും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ഗണ്ണ് കിട്ടി. അവരൊക്കെ ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി മറ്റാൾക്കാരും ഇവരോട് എവിടെ നിന്നാ ഗണ്ണ് കിട്ടിയെന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഗണ്ണിന്റെ ആവശ്യം ആൾക്കാരുടെ ഇടയിൽ കൂടി വരികയും ഇവര് ഡിസ്ട്രിബ്യൂഷനുള്ള പരിപാടി തുടങ്ങുകയും ചെയ്തു. ഇവിടെ NIA ഉദ്യോഗസ്ഥർ അത് തടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിന്റെ പ്ലാനിങ്ങിന് ഇവർ പോകുന്ന വഴിയിലാകട്ടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി ഗണ്ണ് കൊണ്ടുവന്നിട്ട് മറ്റു കുട്ടികളെയും ടീച്ചേഴ്സിനെയും പേടിപ്പിക്കുന്നതായിട്ട് വിവരം കിട്ടി അവർ അവിടേക്ക് പോകുന്നു. ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയായിരുന്നു ഒരു വിദ്യാർത്ഥി. അങ്ങോട്ട് പോകുന്നത് അപകടമാണെന്ന് NIA ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും ഇവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് രഘു ആകട്ടെ ആ ക്ലാസ്സിലേക്ക് കയറി പോകുന്നു. മാലതി തന്നെ വിട്ടു പോയത് കാരണം ആത്മഹത്യ ചെയ്യാൻ നടക്കുകയായിരുന്നില്ലേ അവൻ. അവനെ സംബന്ധിച്ച് ആരുടെയെങ്കിലും കൈകൊണ്ട് ചത്താ മതി എന്നായിരുന്നു. അത് കാരണം അവൻ ആ ക്ലാസ്സിലേക്ക് കയറിപ്പോയി ആ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ആ കുട്ടിയോട് പറയുന്നുണ്ട്, അത് വെറും കളിത്തോക്കാണ്, നീ അല്ലെങ്കിൽ വെറുതെ ഷൂട്ട് ചെയ്ത് നോക്ക്, അത് പൊട്ടൂലാന്ന്. പക്ഷെ ആ കുട്ടി ഷൂട്ട് ചെയ്യുകയും 2 ബുള്ളറ്റ് രഘുവിന്റെ ശരീരത്തിൽ തറയ്ക്കുകയും ചെയ്തു. അവന്റെ തോളിലായിരുന്നു 2 ബുള്ളറ്റും കൊണ്ടത്. അപ്പോഴേക്കും ഉദ്യോഗസ്ഥർ വന്ന് കൈയോട് ആ കുട്ടിയെ പിടികൂടി. പിന്നീട് കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. പ്രണയബന്ധത്തിലേക്ക് കടന്ന മാലതിയും രഘുവും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് മാലതിയാകട്ടെ രഘുവിനോട് പറയുന്നുണ്ട്, എന്റെ അച്ഛനും അനിയനും മരിച്ച സ്ഥലത്ത് നിന്നെപ്പോൾ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അവരിന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന്. മാലതിയുടെ അച്ഛനും അനിയനും ഏതോ ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോയി. അവിടെ ഉണ്ടായിരുന്ന ആരുമായിട്ടോ ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടു. 17 വയസ്സുള്ള ഒരു പയ്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഇവര് 2 പേരെ ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് അവളുടെ അച്ഛനും അനിയനും മരിച്ചത്. കുറെ വർഷം മുമ്പ് നടന്ന സംഭവമായിരുന്നു അത്. അന്ന് നിന്നെപ്പോലെ ആരെങ്കിലും അവരെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് അവൾ പറയുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഡെലൂഷണൽ ഡിസോർഡർ ഉണ്ടായിട്ടും ആൾക്കാരെ രക്ഷിക്കുന്ന രഘുവിന് അവൾക്ക് ഇത്രയധികം ഇഷ്ടം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവളുടെ കൂട്ടുകാർ ഇവളെ ഒരു വീഡിയോ കാണിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ രഘു ഉണ്ടായിരുന്നു. മാലതിക്ക് അത് വിശ്വസിക്കാനേ സാധിച്ചില്ല. കാരണം അവനൊരിക്കലും ഇങ്ങനെ നോക്കി നിൽക്കില്ല. ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേനെ. പിറ്റേന്ന് അവൾ അതിനെപ്പറ്റി രഘുവിനോട് സംസാരിക്കുമ്പോൾ രഘു പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ തന്നെയാണെന്ന്. പക്ഷെ ആ ടൈമിൽ അവന് ഡെലൂഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. തന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലുമായിട്ട് അവന് തോന്നിയെങ്കിൽ മാത്രമേ അവർ റിസ്ക് എടുത്ത് അവരെ രക്ഷിക്കൂ. ഇത് കേട്ടതോടുകൂടി മാലതി ആകെ സങ്കടത്തിലായി. ഇതിനെപ്പറ്റി ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മാലതി ഇവന്റെ ലൈഫിലേക്ക് വന്ന ശേഷം അവന്റെ ഫാമിലി കംപ്ലീറ്റ് ആയ പോലെയാണ് അവന് തോന്നുന്നത്. ഫാമിലിയിലുള്ള ആൾക്കാരെ നഷ്ടപ്പെട്ട ദുഃഖമെല്ലാം അവൻ മറന്നു. ഓൾറെഡി തന്നെ അവൻ ഡെലൂഷൻ ഡിസോർഡറിന്റെ മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴും അവൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഇവള് കൂടി അവന്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ആ ഡെലൂഷൻ തന്നെ കംപ്ലീറ്റ്ലി
കംപ്ലീറ്റ്ലി ഇല്ലാതെയായി. അതുകൊണ്ട് അവൻ അങ്ങനെ ഇപ്പൊ ആരെയും രക്ഷിക്കാറുമില്ല. അതോടെ മാലതി ആകെ ധർമ്മസങ്കടത്തിലായി. കാരണം അവൻ ആൾക്കാരെ രക്ഷിക്കണമെന്ന് തന്നെയാണ് അവളുടെ ആഗ്രഹം. അതുകൊണ്ട് അവൾ വലിയൊരു തീരുമാനം എടുക്കുന്നു. രഘുവിന്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി അവൾ പോകാൻ തീരുമാനിച്ചു. താൻ അവന്റെ ലൈഫിലുണ്ടെങ്കിൽ അവന്റെ ഡെലൂഷൻ ഇല്ലാതായിട്ട് അവൻ ആരെയും രക്ഷിക്കില്ല. മറിച്ച് താൻ അവന്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവന്റെ ഡെലൂഷൻ തിരിച്ചു വരികയും ഇനി ഒരുപാട് പേരുടെ ജീവൻ അവൻ രക്ഷിക്കുകയും ചെയ്യും. പക്ഷെ അവള് വിചാരിച്ചതൊന്നുമല്ല നടന്നത്. ഞാൻ നീയുമായിട്ട് ബ്രേക്കപ്പ് ആവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അയച്ച വോയിസ് മെസ്സേജ് കേട്ട് അവൻ ആകെ തകർന്ന് അവളില്ലാത്ത ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നു. അതായിരുന്നു ഇപ്പോൾ പ്രസന്റിൽ നടന്നുകൊണ്ടിരുന്നത്. സ്കൂൾ കുട്ടിയുടെ കയ്യിൽ നിന്നും വെടിയേറ്റ രഘു മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ വീണ്ടും NIA ഉദ്യോഗസ്ഥർ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ എന്തിനാ വീണ്ടും രക്ഷിച്ചെന്ന് ചോദിച്ചിട്ട് അവൻ അവരോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ നീ ഇപ്പോഴേ മരിക്കണ്ട, ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്തിട്ട് നീ മരിച്ചാൽ മതിയെന്നാണ് പ്രേം പറയുന്നത്. ആ ടൈമിൽ വിരാടും ചിരാഗും ആകട്ടെ സിൻഡിക്കേറ്റ് മെമ്പറുമായിട്ട് സംസാരിക്കുകയാണ്. വരുന്ന ഫ്രൈഡേ ഈ തോക്കുകളെല്ലാം തന്നെ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കാനായിരുന്നു അവരുടെ പ്ലാനിങ്. ഇതപ്പം തന്നെ പ്രേമിന്റെ സ്പൈകൾ പ്രേമിനെ വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് ഫ്രൈഡേക്ക് മുന്നേ തന്നെ അവരുടെ ഓപ്പറേഷൻ നടത്താൻ അവർ തീരുമാനിക്കുകയാണ്. രഘുവിനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നു. അവിടുത്തെ ഒരു എംപ്ലോയി ആയി ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് നടത്തി ആ തോക്കുകളെല്ലാം തന്നെ നശിപ്പിക്കണം. ആ കൂട്ടത്തിൽ അവന്റെ ജീവനും പോകും. എന്തായാലും അവൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നതല്ലേ. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. വിരാടിന്റെ കൂട്ടത്തില് പ്രേമിന്റെ ഒരു സ്പൈ ഉള്ള പോലെ തന്നെ വിരാടിന്റെ ഒരു സ്പൈ പ്രേമിന്റെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ തന്നെ ആ സ്പൈ ആകിട്ട് വിരാടിനെ വിളിച്ച് പറയുന്നുണ്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരാൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടത്തിലെ സ്പൈയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ വിരാട് തന്റെ കൂടെയുള്ള എല്ലാവരും നിരത്തി നിർത്തിയിട്ട് NIAയുടെ സ്പൈ ആരാണെന്ന് ചോദിക്കുന്നു. അത് 2 പേരുണ്ടെന്ന് അവർക്കറിയാം. ആ 2 പേരും മുന്നോട്ട് വന്നില്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുമെന്ന് പറയുന്നു. പെട്ടെന്ന് ആ 2 സ്പൈകളിൽ ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഒരു സ്പൈ ഞാനാണെന്നും മറ്റൊരു സ്പൈ ഇവനാണെന്നും. എന്നാൽ ഒന്നാമത്തെ സ്പൈ രണ്ടാമത്തെ സ്പൈയെ അല്ല കാണിച്ചു കൊടുത്തത്, മറിച്ച് വിരാടിന്റെ കൂട്ടത്തിലുള്ള മറ്റൊരാളെയാണ്. വിരാട് ചോദിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് ആ 2 പേരെയും കൊന്നു. യഥാർത്ഥത്തിൽ ആ രണ്ടാമത്തെ സ്പൈ അപ്പോഴും അവിടെ സേഫ് ആയിരുന്നു. പിന്നീടുള്ള വിവരങ്ങൾ അവനാണ് പ്രേമിന് കൊടുക്കുന്നത്. താനിവിടെ ഉള്ള പോലെ തന്നെ വിരാടിന്റെ ഒരു സ്പൈ നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടെന്ന് പ്രേമിനെ അവൻ അറിയിക്കുന്നു. അതോടെ പ്രേം പെട്ടെന്ന് തങ്ങളുടെ മറ്റു ഓഫീസേഴ്സിനെല്ലാം വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ കൂട്ടത്തിൽ ഒരു സ്പൈ ഉണ്ട്, അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നിടം വരെ ആരും ഫോൺ ഉപയോഗിക്കേണ്ട എന്ന്. ഈ മിഷൻ തീർന്നിട്ട് എല്ലാവരും ഫോൺ യൂസ് ചെയ്താൽ മതി. അങ്ങനെ പിറ്റേന്ന് പ്ലാൻ ചെയ്ത പ്രകാരം ഒരു ഫേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കി അവിടുത്തെ തൊഴിലാളികളുടെ കൂടെ രഘുവും ഉള്ളിലേക്ക് കടന്നു. വൈകുന്നേരം തിരിച്ച ആൾക്കാർ ഇറങ്ങുമ്പോൾ അവൻ മാത്രം ഇറങ്ങുന്നില്ല. പ്ലാൻ ചെയ്ത പ്രകാരം തന്റെ ഷൂവിന്റെ അടിയിൽ അവൻ ഒളിപ്പിച്ചു വെച്ചു കൊണ്ടുപോയ ലൈറ്റർ ഉപയോഗിച്ച് അവിടെയെല്ലാം കത്തിക്കാനായിരുന്നു അവന്റെ പ്ലാനിങ്. പക്ഷെ ഒരു എംപ്ലോയി മാത്രം തിരിച്ച് എക്സിറ്റ് ആയിട്ടില്ല എന്ന് സെക്യൂരിറ്റിക്ക് മനസ്സിലാവുകയും വിരാടിനെ അറിയിക്കുകയും ചെയ്യുന്നു. വിരാട് അപ്പോൾ നല്ലപോലെ മദ്യപിച്ചിട്ടിരിക്കുകയായിരുന്നു. ചിരാഗ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റീസ് പറഞ്ഞ പ്രകാരം ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്താൻ വിരാട് തന്റെ ആൾക്കാരോട് പറയുന്നു. അങ്ങനെ വിരാടിന്റെ ആൾക്കാര് രഘുവിനെ കൈയോടെ പൊക്കി. പക്ഷെ ആ സമയം രഘു അവിടെ എല്ലാം തന്നെ ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന സംഭവങ്ങള് വിരാട് ചിരാഗിനെ വിളിച്ചറിയിക്കുന്നു. പക്ഷെ ഈ സമയം പ്രേം ഒട്ടും വിചാരിക്കാതെ മാലതി രഘുവിനെ തേടി ഇവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ അവനെ കുറിച്ച് വിവരങ്ങൾ കിട്ടാതെയാണ് മാലതി അവസാനം രഘുവിനെ തേടി പ്രേമിന്റെ അടുത്ത് വന്നത്. താൻ രഘുവായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് അവന്റെ കൂടെ ഒന്നിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവള് പറയുന്നു. അതോടെ പ്രേം ആകെ കൺഫ്യൂഷനിലായി. മാലതിയെ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖത്തിലാണ് രഘു ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടത്. അതുകൊണ്ടാണ് അവനെ ആ മിഷന് വിട്ടതും. പക്ഷേ ഇവിടെ അപ്പോഴേക്കും രഘു ആകട്ടെ വിരാടിന്റെ ആൾക്കാരെല്ലാം അടിച്ചിട്ടിട്ട് വിരാടിനെ കൈയോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ കുറെ അടിക്കുന്നു. ഓൾറെഡിയിൽ തന്നെ മദ്യലഹരിയിലായിരുന്ന അവനെ പിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് പ്രേമിനെ വിളിക്കുന്നു. പ്രേമിനോട് പറയുന്നുണ്ട് താൻ വിരാടിനെ കൈയോടെ പിടിച്ചുവെന്നും ഇവനെ ഞാൻ എന്ത് ചെയ്യണമെന്നും. പ്രേം ആകെ ഷോക്കായിപ്പോയി. കാരണം വിരാടിനെ പോലൊരാളെ ഈസി ആയിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റില്ല. എന്നാൽ രഘു അപ്പൊ തന്നെ പ്രേമിനെ വിരാടിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ച് കാണിച്ചു കൊടുക്കുന്നു. അവനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാനാണ് പ്രേം പറയുന്നത്. എന്നാൽ ഞാനിവിടെ സ്വയം ചാകാൻ വന്നതാ, ഇവനെ കൊല്ലാൻ വന്നതല്ല എന്ന് രഘു പറയുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വിരാടിന്റെ ഫോണിലേക്ക് ചിരാഗും വിളിക്കുന്നുണ്ടായിരുന്നു. അവനിടയ്ക്ക് ചിരാഗിന്റെ കൊല്ലെടുത്ത് സംസാരിക്കും. ചിരാഗ് പറയുന്നുണ്ട്, നീ വിരാടിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന്നെ കൊല്ലുവെന്ന്. അപ്പുറത്തുനിന്ന് പ്രേം പറയുന്നു, നീ അവനെ കൊല്ലാൻ. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിൽ രഘു നിൽക്കുമ്പോഴാകട്ടെ പ്രേം ഫോൺ മാലതിയുടെ കയ്യിൽ കൊടുക്കുന്നു. നീ ഇനി ചാകേണ്ട കാര്യമില്ല, ഞാൻ തിരിച്ചു വന്നുവെന്ന് മാലതി പറയുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിനിടയിൽ തന്നെ വിരാടിന്റെ ആൾക്കാര് ഗൺസ് അടങ്ങുന്ന ട്രക്കെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിരാടിനെ കൊന്നിട്ട് നീ തിരിച്ചു വന്നാൽ മതി, അത് തന്നെയാണ് നല്ല ഓപ്ഷൻ എന്ന് പ്രേം പറയുന്നു. ഈ ചിരാഗ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അവസാനം ഇവൻ കോൺഫറൻസ് കോളിലിട്ട് സംസാരിക്കുന്നു. പ്രേമും മാലതി അവിടെ നിന്ന് പറയുന്നതെല്ലാം ചിരാഗ് കേൾക്കുന്നുണ്ടായിരുന്നു. ചിരാഗ് ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കൂടി രഘുവിനോട് പറയുകയാണ്, നീ വിരാടിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്റെ മാലതിയെ കൊന്നു കളയുന്നു. അത് കേട്ടപ്പോൾ രഘുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്റെ മാലതി നിനക്ക് തൊടാനാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യത്തില് വിരാടിനെ അവൻ ഷൂട്ട് ചെയ്യുകയാണ്. ആ ഗൺഷൂട്ടിന്റെ സൗണ്ട് ചിരാഗും ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. അതോടെ പിന്നെ ചിരാഗിന് രഘുവിനോട് ആകെ ദേഷ്യമായി. എങ്ങനെയെങ്കിലും അവനെ കൊല്ലണമെന്നുള്ളൊരു ചിന്തയായി. പിന്നീട് കാണിക്കുന്നത് NIAയുടെ ഒരു സീക്രട്ട് ഓഫീസിൽ രഘു ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. മാലതി തന്റെ അടുത്തേക്ക് തിരിച്ചു വന്നതോടുകൂടി മരിക്കണമെന്നുള്ള എല്ലാ ചിന്തയും അവൻ അവസാനിപ്പിച്ചു. മാലതി അവനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. അവന്റെ ഇല്യൂഷൻ അവനിൽ നിന്ന് പോയത് കാരണം അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് തൽക്കാലം അവനിൽ നിന്ന് അവളൊന്ന് വിട്ടുനിന്നത്. പക്ഷെ അത് കാരണം അവൻ ചാകാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ചാകാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ പറ്റിയെല്ലാം അറിഞ്ഞ് മാലതി ആകെ തകർന്നുപോയി. പക്ഷെ ആ സമയം നമ്മളെ മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. വിരാട് മരിച്ചിട്ടുണ്ടായിരുന്നില്ല.
വിരാടിനെ കൊന്നു എന്ന് കരുതിയിട്ട് രഘു ഇവിടെ നിന്ന് പോകാൻ തുടങ്ങാൻ നേരത്ത് വിരാടിന് ജീവനുണ്ടെന്ന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ വിരാടിനെ രക്ഷിച്ചുകൊണ്ട് ഇവിടേക്ക് വരികയായിരുന്നു. ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന വിരാടിനെ പറ്റിയുള്ള വിവരങ്ങൾ NIA ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നില്ല. എല്ലാവരുടെയും കണ്ണില് വിരാട് മരിച്ചു എന്ന് തന്നെയാണ്. ചിരാഗം വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ പിന്നീട് ഇവരുടെ കൂട്ടത്തിലെ വിരാടിന്റെ ആ സ്പൈയെ കാണിക്കുന്നു. സുദർശൻ എന്നായിരുന്നു അവന്റെ പേര്. ആരും കാണാതെ വിരാടിന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബോധം തിരിച്ചു കിട്ടിയെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാൽവരലൊന്ന് അനക്കാൻ ഞാൻ നിങ്ങളുടെ തന്നെ ആളാണെന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ വിരാടിന് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വിരാടിന്റെ ആൾക്കാര് ആ ഗണ്ണുകൾ എവിടേക്കാ മാറ്റിയതെന്ന് NIA ഉദ്യോഗസ്ഥർക്കോ പോലീസുകാർക്കോ മനസ്സിലായില്ല. അവരെല്ലായിടത്തും തിരച്ചിൽ നടത്തുകയാണ്. ആ ടൈമിൽ ചിരാഗ് വിരാട് കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും രഘുവിനെയും അവന്റെ കാമുകിയെ കണ്ടെത്തണം എന്നുള്ള ചിന്തയിലായിരുന്നു. രഘുവിന്റെയും മാലതിയുടെയും ജീവന് അപകടമുണ്ടെന്ന് പ്രേമിനറിയാം. അതുകൊണ്ട് തൽക്കാലം ഇവരെ ഇവിടെ നിന്നും NIAയുടെ മെയിൻ ഓഫീസിലേക്ക് മാറ്റാനായിരുന്നു പ്രേമിന്റെ തീരുമാനം. കൂട്ടത്തിൽ സന്ദീപ് തങ്ങളുടെ കൂടെയുള്ള ആ സ്പൈയെ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. രഘുവിനെയും മാലതിയും ഇവരുടെ മെയിൻ ഓഫീസിലേക്ക് മാറ്റി കഴിയുമ്പോഴാണ് മാലതിക്ക് മനസ്സിലാകുന്നത് രഘുവിന്റെ മെഡിസിൻ അവൾ കൊണ്ടുവന്നത് പഴയ ആ സീക്രട്ട് ഓഫീസിൽ തന്നെ ഇരിക്കുകയാണെന്ന്. അവൻ കുറച്ചു ദിവസമായിട്ട് മെഡിസിൻ കഴിക്കുന്നില്ല. അത് അവന്റെ ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. നീ പേടിക്കണ്ട, ഞാൻ പോയി മെഡിസിൻസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രഘു വീണ്ടും വിരാടിനെ കടത്തിയിരിക്കുന്ന NIAയുടെ ആ സീക്രട്ട് ഓഫീസിലേക്ക് പോകുന്നു. ആ ടൈം കൊണ്ട് ചിരാഗും സംഘവും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു NIAയുടെ ആൾക്കാര് രഘുവിനെയും മാലതിയും അവരുടെ മെയിൻ ഓഫീസിലേക്ക് കൊണ്ടുവന്നുവെന്ന്. അതുകൊണ്ട് ആ ഓഫീസ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചിരാഗിന്റെ സംഘം അവിടേക്ക് വരികയാണ്. ഇതൊന്നും അറിയാതെ രഘു മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ഓഫീസിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ ഒരു ഓഫീസർ മുഖേന അവൻ അറിയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മെയിൻ ഓഫീസിലേക്ക് പോയി അവിടെ ഒരു ആക്രമണം നടക്കുന്നുണ്ടെന്ന്. മാലതിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ടെൻഷനായ രഘു ആകട്ടെ പെട്ടെന്ന് അവിടെയെല്ലാം സെർച്ച് ചെയ്ത് അവൻ കൊണ്ടുകൊടുത്ത വിരാടിന്റെ ഫോണും ഒരു തോക്കും കണ്ടെടുക്കുന്നു. ചിരാഗ് മാലതിയെ കണ്ടുപിടിച്ച് കൊല്ലുന്നതിന് കറക്റ്റ് മുൻപ് വിരാടിന്റെ ഫോണിൽ നിന്നും രഘു കോള് ചെയ്യുകയും അത് കണ്ട് ഞെട്ടിത്തെരിച്ച് ചിരാഗ് അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രഘു പറയുന്നുണ്ട് മാലതി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താൻ വിരാടിനെ കൊല്ലുമെന്ന്. അപ്പോഴാണ് ചിരാഗിന് മനസ്സിലാകുന്നത് വിരാട് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. രഘു അങ്ങനെ ഭീഷണിപ്പെടുത്തിയ കാരണം തൽക്കാലം അയാൾ മാലതി അവിടെ വെച്ച് കൊല്ലുന്നില്ല. പക്ഷേ മാലതിയെ രക്ഷിക്കാൻ വന്ന സന്ദീപിനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നിട്ട് മാലതിയും കൊണ്ട് അവർ അവിടെ നിന്നും പോയി. പ്രേമും സംഘവും ബാക്കി ആൾക്കാരോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നപ്പോഴേക്കും സന്ദീപും മരിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ മകനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരുന്നു പ്രേം. എന്നാൽ പോലും ചിരാഗിനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ളൊരു ചിന്തയും അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. മാലതിയും കൊണ്ട് അവർ എവിടേക്കാ പോയതെന്ന് രഘുവിന് മനസ്സിലായില്ല. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അവൻ. ആ ടൈമിലാകട്ടെ വിരാടിന്റെ ആ സ്പൈ വീണ്ടും വിരാടിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഉണർന്നെങ്കിൽ കാൽവരൽ അനക്കാൻ പറയുന്നു. ആ ടൈമിൽ വിരാട് കാൽവരൽ അനക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കുറെ നേരം ആലോചിച്ചിരുന്ന രഘു ആകട്ടെ പ്രേമിനോട് ഒന്ന് പറയുന്നുണ്ട് എനിക്കെന്റെ മാലതിയെ വേണം, അതിനു വേണ്ടിയിട്ട് നമുക്ക് വിരാടിനെ വിട്ടുകൊടുക്കാമെന്ന്. എന്നാൽ അതൊരു കാരണവശാലും നടക്കില്ല എന്നാണ് പ്രേം പറയുന്നത്. നീ ഒരു കോമൺ മാൻ ആണ്, നിന്നെ പോലെ ഒരിക്കലും ട്രെയിനിങ് കിട്ടിയ ഞങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് ചിന്തിക്കില്ല, ബുദ്ധിപരമായിട്ട് മാത്രമേ ചിന്തിക്കൂ. എന്നാൽ അവൻ പറയുന്നുണ്ട് എത്ര ട്രെയിനിങ് കിട്ടിയ ഓഫീസേഴ്സ് ആണെങ്കിലും അവരുടെ കൂടെ പലപ്പോഴും ഡോഗ്സ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അനിമൽസിന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലൊരു അനിമൽ ഇൻസ്റ്റിങ്ക്ട് എന്റെ തലയിലും ഉണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കൂട്ടത്തിലെ സ്പൈയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇവന്റെ ചുറ്റും ആൾക്കാർ കൂടി നിന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് NIAയിലുള്ള ആ സ്പൈ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചുവെന്ന്. ആ ടൈമിൽ കൂട്ടത്തിൽ ആ സ്പൈ ആയ സുദർശനും ഉണ്ടായിരുന്നു. അവന്റെ ബോഡി ലാംഗ്വേജിലൂടെ രഘു മനസ്സിലാക്കി അവൻ തന്നെയാണ് സ്പൈ എന്ന്. കാരണം അവൻ ആ സ്പൈയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് സുദർശന് മാത്രമായിരുന്നു ഒരു ഞെട്ടലും പേടിയും. ബാക്കി എല്ലാവരും കൂളായിട്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ ചിരാഗ് തങ്ങളുടെ ഗൺ ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്ലാൻ 4 മണിക്കൂറിനുള്ളിൽ നടത്താനുള്ള പരിപാടിയിലാണ്. ആ ടൈമിൽ പ്രേമിന്റെ ആ സ്പൈ ആകട്ടെ ഒളിച്ചിരുന്ന് പ്രേമിനെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാലതിയും കാണുന്നു. മാലതി പറയുന്നുണ്ട് ഞാനും പോലീസ് തന്നെയാണ്, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന്. വിരാടിന്റെ അടുത്ത് പോയി നിന്ന് സംസാരിക്കുന്ന സുദർശനെ രഘു കൈയോടെ പൊക്കി. എന്നിട്ട് അവനെ വെച്ചിട്ട് ചിരാഗ് ഗൺസും മറ്റും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സീക്രട്ട് ഏരിയ കണ്ടുപിടിക്കുന്നു. അവിടെ എത്തി അവരുമായിട്ടൊരു ഫൈറ്റിൽ ഏർപ്പെടുകയാണ്. പ്രേമിന്റെ കൂട്ടത്തിൽ ആ സ്പൈ ആകട്ടെ ചിരാഗിന്റെ ആൾക്കാരെ തന്നെ കൺഫ്യൂസ് ചെയ്ത് മാലതിയും കൊണ്ട് അവിടെ നിന്ന് മാറുന്നു. രഘുവിന്റെ തോക്കിന്റെ മുൻപിൽ ചിരാഗ് നിൽക്കുമ്പോഴും താൻ മാലതിയെ കൊല്ലുമെന്ന് തന്നെയാണ് അവൻ പറയുന്നത്. മാലതിയുടെ പേര് പോലും നീ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രഘു അവനെ കുറെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും ചിരാഗിന്റെ ആൾക്കാരും മാലതിയും കൊണ്ട് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കൂട്ടത്തില് പ്രേമിന്റെ ആ സ്പൈ ഉള്ളത് കൊണ്ട് അവരെങ്ങോട്ടാ പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകും. ഇവിടെ ഇതിനോടകം സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന വിരാടാകട്ടെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എല്ലാം കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നതോടുകൂടി NIA ഉദ്യോഗസ്ഥനായ പ്രേമിന് മുകളിൽ നിന്നും ഒരുപാട് പ്രഷർ വരുന്നു. അൺഒഫീഷ്യലായിട്ട് നടത്തിയ മിഷന് മൂലമാണ് ഇത്രയും ആൾക്കാരും മരിച്ചതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പ്രേമിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പുതിയൊരു NIA ഓഫീസറിനെ അവർ നിയമിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ശരിക്കും ഈ ഒരു സിൻഡിക്കേറ്റിന്റെ ഭാഗമായിരുന്നു. NIA ഓഫീസിൽ നിന്ന് രക്ഷപ്പെട്ട വിരാട് തന്റെ സംഘത്തിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ചിരാഗ് മരിച്ച വിവരം അറിയുന്നത്. പക്ഷെ മാലതി അപ്പോഴും അവന്റെ കയ്യിലുള്ളത് കാരണം എന്താണെങ്കിലും രഘുവിനെ പിടിക്കുമെന്ന് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോഴും അവൻ തന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ നോക്കി പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള പ്രേമിന്റെ 2 സ്പൈയും ഞാൻ കൊന്നിട്ടും എങ്ങനെയാണ് വീണ്ടും നമ്മൾ നടത്തുന്ന പ്ലാനിംഗ് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് പ്രേം അറിഞ്ഞതെന്ന്. അതിനർത്ഥം അന്ന് മരിച്ച 2 പേരിൽ ഒരാൾ മാത്രമേ സ്പൈ ഉള്ളൂ. രണ്ടാമത്തെ സ്പൈ ഇപ്പോഴും ഈ കൂട്ടത്തിൽ ജീവനോടെയുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രേമിന്റെ ആ സ്പൈയെ വിരാട് കൈയോടെ പിടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. സിൻഡിക്കേറ്റുകളെല്ലാം കൂടിയിരുന്ന് തീരുമാനമെടുക്കുകയാണ് എത്രയും പെട്ടെന്ന് ഗൺ
വിപണിയിലേക്ക് ഇറക്കാൻ. പക്ഷെ അതിനോടൊപ്പം തന്നെ തന്റെ സുഹൃത്ത് ചിരാഗിനെ കൊന്ന രഘുവിന്റെ തലയും എനിക്ക് വേണമെന്ന് വിരാട് പറയുന്നു. അങ്ങനെ ഒരു ഗാങ്സ്റ്ററിനെ രഘുവിനെ കൊല്ലാൻ അവർ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു. ഇവിടെ NIA ഓഫീസേഴ്സ് ആകട്ടെ ഒരു കോമൺ മാനായ രഘു ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത് ഇഷ്ടപ്പെടാതെ അവനെ ഒരിടത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പുതിയ NIA ഓഫീസർ സിൻഡിക്കേറ്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ വിരാടിന്റെ ആൾക്കാരെ രഘുവിനെ കൊല്ലാൻ ആ റൂമിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. എന്നാൽ ഓൾറെഡി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കാത്തത് കാരണം തന്റെ ഡെലൂഷണൽ ഡിസോർഡർ അവന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. തന്റെ ചുറ്റും ആൾക്കാരെ ഇമാജിൻ ചെയ്ത് അവൻ ശൂന്യതയിലേക്ക് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലതിയെ കൂടി ഇവർ കിഡ്നാപ്പ് ചെയ്തത് കാരണം അവൻ മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. മുന്നിൽ കാണുന്ന എല്ലാവരെയും കൊല്ലാനുള്ള ഒരു ദേഷ്യവുമായിട്ടാണ് അവൻ നിന്നത്. ആ സമയത്ത് അവനെ അവിടെ കൊല്ലാമെന്ന എല്ലാവരെയും അവൻ അടിച്ചിടുന്നു. എന്നിട്ട് തന്റെ തല വെട്ടാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞു വിട്ട ആ സിൻഡിക്കേറ്റിൽ ഒരാളെ തന്നെ അവൻ പോയി കൊന്നിട്ട് അയാളുടെ തലയുമായിട്ട് ഇവർ ഗൺ കടത്താൻ തീരുമാനിച്ചിരുന്ന ഹാർബറിലേക്ക് വരുന്നു. സിൻഡിക്കേറ്റിന്റെ ആളിനെ ഭീഷണിപ്പെടുത്തിയാണ് അവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത് തന്നെ. അവിടെ എത്തി വിരാടിന്റെ ആൾക്കാരുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വിരാടാകട്ടെ മാലതിയുടെ തലയിൽ ഗൺ വെച്ചിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ മാലതിയെ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. ആ അവസരം മുതലെടുത്ത് വിരാട് അവനെ ഒരുപാട് അടിക്കുന്നു. രഘു അബോധാവസ്ഥയിലായി. എന്നാലും രഘുവിനോടുള്ള ദേഷ്യം കാരണം മാലതിയെ കൊല്ലാനായിരുന്നു വിരാടിന്റെ തീരുമാനം. അവളെ ഒരിടത്ത് അടിച്ചിട്ട ശേഷം ആ ഏരിയയിലേക്ക് ഓയിൽ ഒഴിച്ച് അവിടെയെല്ലാം തീ കൊളുത്തുന്നു. ആദ്യബോധത്തിൽ ഇതെല്ലാം രഘു കാണുന്നുണ്ട്. അവന്റെ കുടുംബം മുഴുവൻ ഒരു തീപിടുത്തത്തിലാണ് മരിച്ചത്. അതുപോലെ മാലതിയെ മരിക്കാൻ അവൻ വിട്ടില്ല. അവൻ എങ്ങനെയൊക്കെയോ അവളെ രക്ഷിച്ചു. എന്നിട്ട് വിരാടുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അവനെ അടിച്ചിട്ട ശേഷം അവൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കാൻ വേണ്ടി അവിടെ വെച്ചിരുന്ന ആ ഗണ്ണെല്ലാം തന്നെ അടങ്ങുന്ന കണ്ടെയ്നേഴ്സ് കടലിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്നു. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന വിരാടാകട്ടെ മാലതിക്ക് നേരെ ഷൂട്ട് ചെയ്യുകയാണ്. ഒരുണ്ട അവളുടെ വയറിലും ഒന്ന് അവളുടെ തോളിലും കൊണ്ടു. അത് കണ്ടുകൊണ്ടുവന്ന രഘു ആകട്ടെ ദേഷ്യത്തില് വിരാടിനെ കൊല്ലുന്നു. അപ്പോഴേക്കും പുതിയ NIA ഓഫീസറിനെ ഇടിച്ചിട്ട ശേഷം പ്രേമിന്റെ ആൾക്കാർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാളും സിൻഡിക്കേറ്റിന്റെ ആളാണെന്ന് ഓൾറെഡി പ്രേമിന്റെ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ 2 ബുള്ളറ്റ് ഏറ്റ് കിടന്ന മാലതിയെ രഘു എടുത്തുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കറക്റ്റ് സമയത്ത് അവളുടെ ജീവൻ രക്ഷിക്കാൻ അവനായി. NIAയുടെ ആ വലിയൊരു മിഷൻ പൂർത്തിയാക്കാൻ സഹായിച്ച രഘുവിനോട് പ്രേമിന്റെ സംഘം നന്ദി പറയുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മാലതി വീണ്ടും അവളുടെ സ്റ്റേജ് ഷോ നടത്തുകയായിരുന്നു. അവളുടെ കൂടെ അപ്പോൾ രഘു ഉണ്ട്. ആ സമയത്ത് അവിടെ ചെറിയൊരു ആക്സിഡന്റ് നടക്കുന്നു. രഘു പെട്ടെന്ന് ഓടിപ്പോയി ആ യുവാവിനെ എഴുന്നേൽപ്പിച്ചു വിടുന്നു. എന്നാൽ ഇത്തവണ അവൻ ഒരു ഡെലൂഷനും വന്നിട്ടല്ലത് ചെയ്തത്. അപകടത്തിൽ കിടക്കുന്ന ആളെ അവൻ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. അല്ലാതെ അവൻ കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.